ജോസഫും മറിയവും തമ്മിലുള്ള എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. രണ്ടുപേര് മാരേജിന് വേണ്ട പ്രിപ്പറേഷനിലാണ്. ഇങ്ങനെ പ്രിപ്പറേഷന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സമയത്താണ് ജോസഫ് അറിയുന്നത് മറിയം ഗർഭിണിയാണ്. അയാൾ തീരുമാനിച്ചത് രഹസ്യമായിട്ട് ഉപേക്ഷിക്കാം. കാരണം അയാൾക്ക് അവളെ പരസ്യമായി വിമർശിക്കാനോ അവളെ മോശപ്പെടുത്താനോ ആഗ്രഹിച്ചില്ല. റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി നിൽക്കുകയാണ്. അപ്പോഴും ഒരു പരാതിയോ പരിഭവമോ പറയാതെ രഹസ്യമായിട്ട് അയാൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എന്തായിരിക്കും രഹസ്യം? ഒരുപക്ഷെ അയാൾ പ്രത്യേകിച്ച് കാര്യകാരണങ്ങളൊന്നും ആരോടും വിവരിക്കാതെ മറ്റൊരു കാരണം പറഞ്ഞ് മാറി നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. അയാൾ തൻ്റെ വേദനകൾ ഉള്ളിലൊതുക്കി അവിടെ നിന്ന് മാറിപ്പോകാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. അങ്ങനെ തീരുമാനിച്ചൊരാളുടെ മുമ്പിലാണ് ഇന്ന് മാലാഖ പ്രത്യക്ഷപ്പെട്ടത്. ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതാണ്, നീ സംശയിക്കുന്നു വേണ്ട, നീ അവളെ ഭാര്യയായിട്ട് സ്വീകരിക്കുക. കാര്യം ഇത് സ്വർഗത്തിൻ്റെ ഇടപെടലാണ്. ഇത് കേട്ടപ്പോൾ ആ മനുഷ്യൻ തിരിച്ചൊരു ചോദ്യം പോലും ചോദിച്ചില്ല. എനിക്കവിടെയാണ് ജോസഫിനോടൊരു ആദരവ്. മറിയം അങ്ങനെ ആയിരുന്നില്ലല്ലോ. മറിയത്തെ കുറച്ച് കാണുകയല്ല, എങ്കിൽ തന്നെയും ദൂതൻ മറിയത്തോട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മറിയം ചില ചോദ്യങ്ങളൊക്കെ തിരിച്ചു ചോദിച്ചു. പക്ഷേ ഒരു ബ്രേക്കപ്പിൽ നിൽക്കുന്ന അവസരത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യൻ ഒരിക്കൽ പോലും ദൂതനോട് ഞാൻ എന്തിനിത് ഏറ്റെടുക്കണമെന്ന് ചോദിച്ചില്ല. എന്തിനീ ഈ കുഞ്ഞിൻ്റെ അപ്പനാകണമെന്ന് ചോദിച്ചില്ല. അയാൾ ഒരു ചോദ്യം ചോദിക്കാതെ പിന്നീട് ആ ഗർഭിണിയായ സ്ത്രീയെ തൻ്റെ ഭാര്യയായിട്ട് സ്വീകരിച്ചു. എന്നിട്ട് തൻ്റെ കുഞ്ഞായിട്ട് ആ കുഞ്ഞിനെ വളർത്തി. ആ കാലഘട്ടത്തിൽ ആർക്കും ഒരുപക്ഷെ അറിയാത്ത രഹസ്യമായിട്ട് അയാളത് സൂക്ഷിച്ചു. സമൂഹത്തിന് മുമ്പിൽ അയാൾ പറഞ്ഞു തന്നു, ഇത് എൻ്റെ കുഞ്ഞാണ്. അതുകൊണ്ടാണല്ലോ അവൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിക്കാത്തത്. അവരെല്ലാവരും പറഞ്ഞത്, ഇവൻ ആ മരപ്പണിക്കാരനായ തച്ചൻ്റെ മകനല്ലേ. കൃത്യമായിട്ട് തൻ്റെ ഭാര്യ ആരുടെ മുമ്പിൽ തലകുനിയരുതെന്നും തൻ്റെ കുഞ്ഞ് ആരുടെ മുമ്പിലും തലകുനിയരുതെന്നും അയാൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ജോസഫിനോട് ഒത്തിരി ബഹുമാനമാണ്. സ്നേഹമെന്നതിനേക്കാളുപരി ബഹുമാനം കൊണ്ട് എൻ്റെ കരങ്ങളിപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ കൂപ്പുകയാണ്. കാര്യം ഒരു ബ്രേക്കപ്പിനുള്ള എല്ലാ സാധ്യത ഉണ്ടായിട്ടും അയാൾ ബ്രേക്കപ്പായില്ല. അയാൾ ബ്രേക്കപ്പാകാൻ അനുവദിച്ചില്ല. അയാൾ സ്വർഗത്തിൻ്റെ വാക്ക് കേട്ടു. സ്നേഹബന്ധങ്ങളൊക്കെ തകരുന്ന നിമിഷത്തിലാണെങ്കിൽ പെട്ടെന്ന് ഓർക്കേണ്ട മുഖം ജോസഫാണ്. എനിക്ക് തോന്നുന്നു ഇനി അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടേണ്ടത് ബ്രേക്കപ്പാകുന്ന എല്ലാ ബന്ധങ്ങളുടെയും മധ്യസ്ഥനെന്ന് കൂടിയാണ്. കാര്യം അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചാൽ ഒന്നും ബ്രേക്കപ്പാകില്ല. എല്ലാം തിരിച്ച് പഴയതിനേക്കാളും ഇരട്ടി സ്നേഹത്തിലേക്ക് തിരിച്ചു വരും. അങ്ങനെയാണെങ്കിൽ പ്രണയം എത്ര മനോഹരമായിട്ടാണ് അയാൾ ജീവിച്ചത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. സ്നേഹിതരെന്നെ തിരസ്കരിക്കുമ്പോൾ, നൊമ്പരമെന്നുള്ളിലേറിടുമ്പോൾ, സ്നേഹിതരെന്നെ തിരസ്കരിക്കുമ്പോൾ, നൊമ്പരമെന്നുള്ളിലേറിടുമ്പോൾ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. കോപമേറുമ്പോൾ, ഞാൻ പാപം ചെയ്യുമ്പോൾ, സോദര ഹൃദയത്തെ നോവിക്കുമ്പോൾ,
സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. നന്മകൾ ചെയ്തിട്ടും തിന്മ ലഭിക്കുമ്പോൾ, ന്യായമില്ലാതെ ഞാൻ സഹിച്ചിടുമ്പോൾ, നന്മകൾ ചെയ്തിട്ടും തിന്മ ലഭിക്കുമ്പോൾ, ന്യായമില്ലാതെ ഞാൻ സഹിച്ചിടുമ്പോൾ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. പോലും മറന്നെന്നു തോന്നുമ്പോൾ, ആന്തര ദുഃഖത്താൽ തളർന്നിടുമ്പോൾ, അമ്മ പോലും മറന്നെന്നു തോന്നുമ്പോൾ, ആന്തര ദുഃഖത്താൽ തളർന്നിടുമ്പോൾ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ.